അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മനസ്സിലാക്കിയത്. ഖിയാമത്ത് നാളിൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നതും നരകത്തിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. അതിനുശേഷം പിന്നീട് സ്വർഗാവകാശികളായ ആളുകളെ സംബന്ധിച്ചും അവരുടെ പ്രത്യേകതയും അവർക്ക് ലഭിക്കുന്ന സുഖാനുഗ്രഹങ്ങളുടെ ഒരു ലളിതമായ വിശദീകരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ فبأي آلاء ربكما تكذبان ذواتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان متكئين على فرش بطائنها من استبرق وجنى الجنتين دان فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان
فبأي آلاء ربكما تكذبان ومن دونهما جنتان فبأي آلاء ربكما تكذبان مدهامتان فبأي آلاء ربكما تكذبان فيهما عينان نضاختان فبأي آلاء ربكما تكذبان അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. വലിമൻ ഒരാൾക്കുണ്ട്, വലിമൻ ഒരാൾക്കുണ്ട്, അയാളുടെ പ്രത്യേകത ഖാഫ ഭയപ്പെടുന്ന ആളാണ്. ഖാഫ യഖാഫു ഖൗഫൻ ഭയപ്പെടുന്ന ആളാണ്. എന്തിനെയാണ് ഭയപ്പെടുന്നത്? മഖാമ റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ മഖാമിനെ. മഖാം എന്ന് പറഞ്ഞാൽ സ്ഥാനം, അള്ളാഹുവിൻ്റെ സ്ഥാനം. മഖാമ റബ്ബിഹി ജന്നത്താൻ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഐ ബുസ്താൻ, തോട്ടം, പൂന്തോപ്പ്. ജന്നത്താൻ രണ്ട് തോട്ടങ്ങളുണ്ടാകും, രണ്ട് ജന്നത്തുകളുണ്ടാകും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് പൂന്തോപ്പുകൾ അവർക്ക് ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഖാമിനെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്ന ആളുകൾ. എന്താണ് ഇവിടെ അള്ളാഹുവിൻ്റെ മഖാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ വലിപ്പം, ആ വലിപ്പത്തെ ഭയപ്പെടുക എന്നുള്ളത്. സൃഷ്ടികളെ അപേക്ഷിച്ച് സൃഷ്ടാവിൻ്റെ മഖാം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഔന്നിത്യമേറിയ അസ്മാഉകളുടെയും സിഫാത്തുകളുടെയും ഉടമസ്ഥനായ, അതുല്യമായ ദാത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക. അപ്പോൾ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ ആ സ്ഥാനത്തെ, അള്ളാഹുവിൻ്റെ ആ വലിപ്പത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട്. രണ്ടാമത്തത് റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ, അതാണ് മഖാം. അപ്പോൾ ആ മഖാം സൃഷ്ടികളിലേക്ക് മടങ്ങും. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ മനുഷ്യർ നിൽക്കുന്ന ആ ദിവസം. അപ്പോൾ ഇവിടെ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവർ. രണ്ടാണെങ്കിലും ആശയതലത്തിൽ ഒന്ന് തന്നെ. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് ഭയപ്പെടണമെങ്കിൽ ആ നിൽക്കപ്പെടുന്ന അള്ളാഹു അത്യുന്നതനായിരിക്കണം. അതാണ് അതിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നത്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുന്നിൽ നിൽക്കുന്നത് അത്ര ഗൗരവമുള്ളതല്ല. കാരണം എല്ലാവരും സൃഷ്ടികൾ എന്നുള്ള നിലക്ക് തുല്യരാണ്. എന്നാൽ സൃഷ്ടി സൃഷ്ടാവിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഗൗരവമേറിയതാണ്. അതുകൊണ്ട് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമെന്ന ബോധമുള്ള ആളുകൾ, ഭയപ്പെടുന്ന ആളുകൾ, അതോടൊപ്പം അള്ളാഹുവിൻ്റെ മഹത്വവും സ്ഥാനത്തെയും ഭയപ്പെടുന്ന ആളുകൾ, ആ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലമായ ഭയപ്പാട് കൊണ്ട് സ്വർഗം കിട്ടുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഐ ഖാഫ സുമ്മ തഖാ. ആ ഒരു സ്ഥാനത്തെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ ഇത്തഖാ, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. വൽ ഖായിഫു, പേടിയുള്ള ആളുടെ സ്വഭാവം മൻ റകിബ തഅത്തല്ലാഹ് വ തറക മഅസിയതഹു, അള്ളാഹുവിനെ അനുസരിക്കുന്ന വാഹനത്തിൽ കയറുകയും
അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് ഉപേക്ഷിക്കുകയും ചെയ്തവനാരോ അവനാണ് ഖായിഫ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതൊക്കെ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. അതാണ് യഥാർത്ഥ പേടി. അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കലാണ്. അതാണ് യഥാർത്ഥ ഭയം. അത് തന്നെയാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യലും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണിവിടെ ഖൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് അള്ളാഹുവിനെ പേടിയുണ്ട് അല്ലെങ്കിൽ പേടിയാണ് എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ ആ പേടിയുടെ അടയാളം ഇതാണ്. ഇതില്ലെങ്കിൽ പേടിയില്ല എന്നാണ് അർത്ഥം. അത് കേവലം നാവിൽ പറയുന്ന ഒരു കാര്യവും പിശാച് വെറുതെ അയാളെ കബളിപ്പിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. അത് മഹബത്തിൻ്റെ വിഷയം അങ്ങനെ തന്നെ. ചില ആളുകൾക്ക് തോന്നും, എന്താണ്, എനിക്ക് അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് ദീനിനോട് വലിയ ഇഷ്ടമാണ്. എങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? അത് ആയത്തുൽ മിഹ്നയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടോ? അതിൻ്റെ അടയാളം പ്രവാചകനെ പിൻപറ്റലാണ്. പ്രവാചകൻ ഒരാൾ പിൻപറ്റാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ശൈത്താൻ അയാളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് അയാളെ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ വഞ്ചനയിലാണ്. ഇത് തന്നെയാണ് പേടിയുടെ കാര്യവും. എനിക്ക് അള്ളാഹനെ പേടിയാണ് എന്നൊരാൾ പറയുകയും എന്നാൽ ഹറാമ് ചെയ്യാൻ അയാൾക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ലെങ്കിൽ പിശാച് അയാളെ കബളിപ്പിച്ചിരിക്കുന്നു. അത് യഥാർത്ഥ ഖൗഫല്ല, അത് ബാത്തിലായ ഖൗഫാണ്. എന്നാൽ ഖൗഫുന ഹഖീഖി എന്ന് പറയുന്നത് മൻ റക്കിബ ത്വാഅത്തല്ലാഹ് വതറക മഅസിയതഹു, അതാണ് യഥാർത്ഥ ഖൗഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഹുവ അർറജുലു. അതൊരാളാണ് യഹുമ്മു ബിദ്ദംബി, ഒരു തെറ്റ് ചെയ്യാൻ നിയ്യത്താക്കി ഫയദ്കുറു മഖാമ റബ്ബിഹി, പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ദിവസത്തെ ഭയപ്പെട്ടു, ഫയൻസിഉ, ആ തെറ്റിനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഹറാമ് ചെയ്യാൻ തോന്നാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടാവില്ല. പക്ഷേ ആ ഹറാമ് ചെയ്യാൻ തോന്നുമ്പോഴും പടച്ച റബ്ബ് കാണുമല്ലോ, അള്ളാഹു അറിയുമല്ലോ, അവൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ, അവൻ വിചാരണ ചെയ്യുമല്ലോ എന്ന് പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക, അത് വമ്പിച്ചതായ ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ 2 സ്വർഗമുള്ളത്. ആ ഭയപ്പാട് ഹറാമുകൾ ചെയ്ത് തിന്മകളൊക്കെ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ പിന്നീട് ഈ ഭയപ്പാടിലേക്ക് മടങ്ങി നിലപാട് നന്നാക്കി തീർത്താൽ പോലും അയാൾക്കത് ഉപകാരപ്പെടുമെന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഈ ആയത്തോതി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതൻ. ഈ ഹദീസിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ശരിയായ രൂപത്തിൽ ധരിക്കണം. പഠിതാക്കളോട് പറയാനുള്ളത്, ഈ ഹദീസിനെ ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷേ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള ഷറഹിൽ ഈ ഹദീസ് വന്നതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അതിൻ്റെ ആശയം ഇതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു സമിഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖുസ്സു അലൽ മിൻബരി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. ഫഖുൽതു, അപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു, വ ഇൻ സന വ ഇൻ സറഖ യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, അയാൾ വ്യഭിചരിച്ചാലും അയാൾ മോഷണം നടത്തിയാലും സ്വർഗമുണ്ടാകുമോ? കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഉണ്ടാകുമോ? ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാനിയ. അപ്പോൾ റസൂൽ വീണ്ടും ഈ ആയത്ത് ആവർത്തിച്ചു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതൻ. അദ്ദേഹം ചോദ്യം വീണ്ടും ആവർത്തിച്ചു, വ ഇൻ സന വ ഇൻ സറഖ്, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും. പ്രവാചകൻ 3ാമത് മോദി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതൻ. അപ്പോഴും അദ്ദേഹം ചോദിച്ചു, വ ഇൻ സന വ ഇൻ സറഖ യാ റസൂലല്ലാഹ്. ഖാല നഅം, പ്രവാചകൻ പറഞ്ഞു, അതെ. വ ഇൻ റഗിമ അൻഫു അബിദ്ദർദ, അബൂദർദാഇൻ്റെ മൂക്ക് മണ്ണിൽ തട്ടിയാലും ശരി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ഭുതം, ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ എന്ന് പേടിക്കുകയാണ്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, നബിയെ, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ എത്തിയാൽ അയാൾക്ക് സ്വർഗമുണ്ടാകുമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, നിൻ്റെ മൂക്ക്
മണ്ണിൽ തട്ടിയാലും ശരി അവർക്ക് സ്വർഗമുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? അധർമ്മങ്ങൾ ചെയ്ത് തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവരുതെന്ന്. മറിച്ച് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇതിൽ നിന്ന് മാറാൻ തയ്യാറായാൽ അവർക്കും സ്വർഗമുണ്ട്. അതാണ് 100 ആളുകളെ കൊന്നിട്ട് ഒരാൾ സ്വർഗത്തിൽ പോയി. 100 ആളുകളെ കൊന്ന ഒരാൾ സ്വർഗത്തിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. എന്തുകൊണ്ട്? ശേഷം അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി, പശ്ചാത്താപമുണ്ടായി. 99 ആളെ വധിച്ച് പിന്നീട് ഒരു ആലിമിനോട് എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾക്ക് തൗബയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ പോലും അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം 100ാമത് തികച്ചത് ആ ആലിമിനെ കൊന്നുകൊണ്ടാണ്. അദ്ദേഹം ആലിമായിരുന്നില്ല, റാഹിബായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇബാദത്തും ഇൽമും തമ്മിലുള്ള വ്യത്യാസം, ആബിദായ ഒരാൾ വൈകാരികമായി ചിന്തിക്കുമ്പോൾ ആലിമായ ഒരാൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലേ ചിന്തിക്കും. അപ്പോൾ റാഹിബ് 99 ആളെ കൊല്ലുകയോ എന്നാൽ നിൻ്റെ കഥ പോക്കാണ്, തൗബയേ ഇല്ല എന്ന് പറഞ്ഞു. അത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ തെറ്റായ ഫത്വ കൊടുത്തപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ ശരിയായ ഫത്വ കൊടുത്തു, 100ാമതും കഴിഞ്ഞു. പിന്നീട് മറ്റൊരാളുടെ അടുത്ത് പോയപ്പോൾ അത് ആലിമായിരുന്നു. ആ ഹദീസിലുള്ളത് പിന്നെ പോയത് ആലിമിൻ്റെ അടുത്താണ്. ആലിമ് പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്, നീ നിൽക്കുന്ന നാട് ശരിയല്ല, നിന്നെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന നാടാണ്, അതുകൊണ്ട് നല്ലൊരു നാട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് തൗബ ചെയ്ത് അള്ളാഹു സ്വീകരിക്കും. നല്ല മറുപടിയായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ നാട് വിട്ട് നല്ലൊരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന ആ പേടിയാണ്. അതാണ് ഇവിടെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അതല്ലാതെ വ്യഭിചരിച്ചും മോഷ്ടിച്ചും ഇങ്ങനെ നടന്നോളി, പടച്ചോനെ പേടിണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇവിടെ ഖൗഫ് കൊണ്ടുള്ള ഉദ്ദേശം ഹറാമുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് പ്രവർത്തിക്കലാണ്. എന്നാൽ ജീവിതത്തിൽ ഇത് ചെയ്തു പോയ ആളുകൾ പിന്നീട് അള്ളാഹുവിനെ ഭയപ്പെട്ട് നന്നാവാൻ വിചാരിച്ചാൽ അവർക്കും ഈ സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, എന്നിരിക്കെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്. പിന്നീട് ആ സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ദവാത, അത് രണ്ടും, ദാത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നാണ് അർത്ഥം. ദവാത്ത, അത് രണ്ടും എങ്ങനെയുള്ളതാണ്? അഫ്നാൻ, ഫന്നിൻ്റെ അല്ലെങ്കിൽ ഫനൻ, ഫന്നുൻ ഔ ഫനനുൻ, ഫന്നിൻ്റെ ജംആണ് അഫ്നാൻ. അത് രണ്ടും ധാരാളം വകുപ്പുകൾ ഉള്ളതാകുന്നു. ഫന്ന് എന്ന് പറഞ്ഞ വകുപ്പ്, അല്ലെങ്കിൽ ലൗനുൻ, നിറങ്ങൾ. ഫന്നുൻ വകുപ്പ് അല്ലെങ്കിൽ നിറങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ദവാത അഫ്നാൻ ഐ ദവാത അൽവാൻ, വ്യത്യസ്ത വർണ്ണങ്ങളുള്ള 2 സ്വർഗത്തോപ്പുകളാണത്. മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ദവാത അഫ്നാൻ ഐ ദവാത അഗ്സാൻ, വ്യത്യസ്തങ്ങളായ ശാഖകളുള്ളത്. ഒരു വൃക്ഷത്തിൻ്റെ ദവാത അത്റാഫി അഗ്സാനി ഷജർ, വൃക്ഷത്തിൻ്റെ ചില്ലകൾ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന, അതും വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ, അതാണ് ദവാത അഫ്നാൻ. അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ വ്യത്യാസമുണ്ടെന്നാണ്. ഇലകളുടെ നിറങ്ങൾ വ്യത്യാസമുണ്ട്, അതിലെ പൂക്കളുടെ നിറങ്ങൾ വ്യത്യാസമുണ്ട്, അതിലെ പഴവർഗ്ഗങ്ങളുടെ നിറങ്ങൾ വ്യത്യാസമുണ്ട്, അതിൻ്റെ രുചികൾ വ്യത്യാസമുണ്ട്. അങ്ങനെ മരം നോക്കിയാലും ചെടി നോക്കിയാലും നിറം നോക്കിയാലും പഴം നോക്കിയാലും, അതേപോലെ മറ്റു നമ്മളൊരു പാർക്കിലേക്ക് പോയാൽ അവിടെ വ്യത്യസ്തങ്ങളായ ആസ്വദിക്കാനുള്ള കാര്യങ്ങളുള്ളതുപോലെ ഇതിനപ്പുറത്തുള്ള മറ്റു ആസ്വാദനങ്ങൾ, പ്രത്യേകമായ വീടുകൾ, പ്രത്യേകമായ ഇണകൾ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള വ്യത്യസ്തങ്ങളായ വകുപ്പുകളുള്ള, നിറങ്ങളുള്ള, പഴവർഗ്ഗങ്ങളുള്ള 2 സ്വർഗത്തോപ്പുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് മിനിമം തന്നെ 2 പൂന്തോപ്പുകളുണ്ട് ഒരു സ്വർഗത്തിൽ തന്നെ. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ 2 കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. ഫീഹിമ, അതിൽ 2ലുമുണ്ട് എന്ന് പറഞ്ഞാൽ ആ 2 ജന്നത്തിലുമുണ്ട് ഐനാനി, 2 അരുവികൾ,
തെജിരിയാനി സഞ്ചരിക്കുന്നവ, ജറാ യജിരി ജറയാനൻ സഞ്ചരിക്കുക. ഫീഹിമ ഐനാൻ, ഐൻ എന്ന് പറഞ്ഞാൽ അരുവി, ഐനാൻ രണ്ട് അരുവികൾ, തെജിരിയാൻ സഞ്ചരിക്കുന്ന. അപ്പോൾ രണ്ടിലും ഈ രണ്ട് അരുവികളുണ്ട്. അതേതൊക്കെയാണ് ആ അരുവികൾ? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പാലിൻ്റെതാണ്, തേനിൻ്റെതാണ്, മദ്യത്തിൻ്റെതാണ്, ശുദ്ധമായ വെള്ളത്തിൻ്റെതാണ്. പക്ഷേ സ്വർഗലോകത്ത് ഇത് പ്രത്യേകം പറഞ്ഞത് പ്രത്യേകമായ രണ്ട് അരുവികളെ സംബന്ധിച്ചാണ്. സൽസബീൽ എന്ന് പറയുന്ന പ്രത്യേകമായ അരുവി. എന്നാൽ അതിനപ്പുറത്ത് സ്വർഗത്തിൽ 4ഓളം പുഴകളുണ്ടാകുമെന്ന് സൂറത്ത് മുഹമ്മദിൽ നമ്മൾ പഠിച്ചതാണ്. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബിൻ വ അൻഹാറും മിൻ അസലിൻ മുസഫ. 4 തരം നദികളുണ്ട്, പുഴകളുണ്ട്. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ പാല്, രുചികരമായ മദ്യം, കടഞ്ഞെടുക്കപ്പെട്ട തേൻ. അപ്പം ഇതിലേതെങ്കിലുമാകാം, ഇതിനപ്പുറത്തുള്ളതാകാം. അപ്പോൾ സഞ്ചരിക്കുന്ന, ഒഴുകുന്ന, അഥവാ ഇവിടെ ജറയാൻ എന്നത് ശാന്തമായ ഒഴുക്കിനാണത് പറയുന്നത്. ജറാ യജ്രി എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒഴുകുന്ന പുഴ. ഒഴുകുന്ന പുഴകൾക്കും നദികൾക്കും അരുവികൾക്കും അവയുടെ ചലന സ്വഭാവം അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലത് ശാന്തമായി ഒഴുകുന്നത് കാണാം, വേറെ ചിലത് കളകള ആരവം മുഴക്കിക്കൊണ്ട് മേലെ നിന്ന് താഴോട്ട് കുത്തിയൊലിക്കുന്നതുണ്ടാവാം. 2 രൂപത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം തജ്രിയാൻ, ശാന്തമായി ഒഴുകുന്നതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിമാ, അവ രണ്ടിലുമുണ്ട് മിൻ കുല്ലി ഫാക്കിഹത്തിൻ, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗം, എല്ലാ തരം ഫ്രൂട്ട്സുമുണ്ട്. ആ ഫ്രൂട്ട്സിൽ നിന്ന് സൗജാൻ, ഈ 2 ജോഡികളുണ്ടാകും. ഈ 2 ജോഡികളുള്ള ഒന്നിന് അതിൻ്റെ മറ്റൊരു ടേസ്റ്റുള്ള 2 ഉണ്ടാവുന്നതാണ്. ഏതൊരു പഴവർഗ്ഗത്തിലും അതിൻ്റെ ഒരു ജോഡി കൂടി ഉണ്ടാകുന്നു. അപ്പോൾ അത് രണ്ടും കൂടി അതുല്യമായ ടേസ്റ്റായിരിക്കും. മാത്രമല്ല മിൻ കുല്ലി ഫാക്കിഹ, എല്ലാ പഴവർഗ്ഗങ്ങളും. അപ്പോൾ എന്താണ് ഈ എല്ലാ പഴവർഗ്ഗങ്ങളും? ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നതിൻ്റെയൊക്കെ മറ്റൊരു രൂപം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളും മറ്റും പേരിൽ മാത്രമേ ദുനിയാവുമായി സാദൃശ്യമുള്ളൂ, പക്ഷെ അതിൻ്റെ ടേസ്റ്റും രൂപവും വേറെയാണ്. അപ്പോൾ പേര് നമുക്ക് പറഞ്ഞിരുന്നത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ സ്വർഗത്തിലുള്ളതൊക്കെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാളുടെ മനസ്സിലെ ഇമാജിനേഷനിൽ പോലും വന്നിട്ടില്ലാത്തതാണ്. ഇമാജിനേഷനിൽ വരില്ല എന്നാണ്. കാരണം സാധാരണ നിലക്ക് തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത്, ഒരു മനുഷ്യന് അവൻ കണ്ടതേ ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇല്ലാത്ത ഒന്ന് അവൻ ഇമാജിൻ ചെയ്യാൻ പറ്റും, പക്ഷെ അതെങ്ങനെയായിരിക്കും? ഉള്ള കുറേ കാര്യങ്ങളെ ഒന്നിനെ അവിടെ നിന്ന് എടുക്കും, ഒന്നിനെ ഇവിടെ നിന്ന് എടുക്കും, അങ്ങനെ ഇതിനെല്ലാം കൂടി കൂട്ടുക എന്നല്ലാതെ താൻ ഇതുവരെ കാണാത്ത ഒന്നിനെ ഇമാജിൻ ചെയ്യാൻ മനുഷ്യന് കഴിയില്ല. ഒരു കലാകാരൻ, ഒരു ചിത്രകാരന് കണ്ടതേ വരയ്ക്കാൻ പറ്റുമെന്നാണ്, കാണാത്തത് വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഈ കണ്ടത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടതിന് അയാൾക്കൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അത്രയേ ഉള്ളൂ. കാണാത്തത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്വർഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ധാരണ ലഭിക്കാൻ വേണ്ടി ദുനിയാവിലെ പേരുപയോഗിക്കുന്നു എന്ന് മാത്രം. എന്നാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വലിപ്പവുമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാ നിലക്കുമുള്ള പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഈ 2 ജോഡികളുമുണ്ടെന്നാണ്. ഈ ഓരോ ജോഡികൾ എന്നിവിടെ പ്രത്യേകം പറയാൻ കാരണം, അതിൽ നിന്ന് ഡിഫറൻറ്റ് ടേസ്റ്റുകൾ ഓരോ സന്ദർഭത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. സൗജിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ആദ്യ തവണ പറിച്ച് തിന്ന ടേസ്റ്റല്ല രണ്ടാമത് പറയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത്, അതിൻ്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. 3rd 4th അനന്തകാലമാകുമ്പോൾ അതിൻ്റെ രുചിഭേദങ്ങളുടെ, അപ്പോൾ എന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ടേസ്റ്റാണെങ്കിൽ അവന് മടുപ്പ് വരും. സ്വർഗത്തിൽ എന്തുകൊണ്ടാണ് മടുപ്പ് വരാത്തത്? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ അവിടെ നിത്യവാസികളാണ്. പക്ഷെ ഒന്ന് സ്ഥലം മാറണമെന്ന് ചിന്തിക്കൂല. എന്തുകൊണ്ട്? ഡിഫറൻറ്റ് ടേസ്റ്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ മുത്തക്കിഈന അലാ ഫുറുഷിൻ. ഇത്തക്കഅ എന്ന് പറഞ്ഞാൽ ചാരി സുഖമായി ചാരിയിരിക്കുന്ന അല്ലെങ്കിൽ ചാരിക്കിടക്കുന്ന അവസ്ഥക്കാണ് ഇത്തക്കഅ എന്ന് പറയുന്നത്. യത്തക്കിഉ ഇത്തികാഅൻ ഫഹുവ മുത്തക്കിഉൻ. അപ്പോൾ സുഖമായി ചാരിക്കിടക്കുകയോ ഇരിക്കുന്ന ആളുകൾക്കാണ് മുത്തക്കി എന്ന് പറയുന്നത്. മുത്തക്കിഈന അവർ ചാരി ഇരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ കിടക്കുന്നവരായിരിക്കും. അലാ ഫുറുഷിൻ, ഫിറാഷിൻ്റെ ജംആണ് ഫുറുഷ്, മെത്തകൾ, ബെഡ് അല്ലെങ്കിൽ ചാരു കട്ടിലുകൾക്കും ഫിറാഷ് എന്ന് പറയും. ചാരു കസേരകൾ, ചാരു കട്ടിലുകൾ, അതിന് ഫിറാഷ് എന്ന് പറയും. ഇതിൻ്റെ ജംആണ് ഫുറുഷ്. ബതാഇനുഹ, ബിത്താനത്തിൻ്റെ ജംആണ് ബതാഇൻ. ബിത്താന എന്ന് പറഞ്ഞാൽ ബത്തുന്, ഉൾഭാഗം. ബത്തുന് അത് തന്നെയാണ് ബിത്താന, അതിൻ്റെ ജംആണ് ബതാഇൻ. ബതാഇനുഹ, ആ ഫിറാഷുകളുടെ ഉൾഭാഗം മിൻ ഇസ്തബറഖിൻ. ഇസ്തബറഖ് എന്ന് പറഞ്ഞാൽ ദീബാജുൻ ഗലീദ്, കട്ടിയുള്ള പട്ട് വസ്ത്രത്തിനാണ് ഇസ്തബറഖ് എന്ന് പറയുന്നത്. കട്ടിയുള്ള പട്ടുവസ്ത്രത്തിനാണ് ഇസ്തബറഖ് എന്ന് പറയുന്നത്. വജനൽ ജന്നത്തൈനി, ആ രണ്ട് തോട്ടങ്ങളുടെയും പഴങ്ങൾ. ജന എന്ന് പറഞ്ഞാൽ മാ യുജ്ന മിനസ് സമരി അവിൽ ഇനബി അവിൽ അസലി ബിഗൈരി വാഹിദത്തുഹു ജനാത്തു. ജന അതിൻ്റെ ഏകവചനം ജനാത്താണ്. ആ ജന എന്നതിന് തന്നെ ജമഉണ്ട് അജ്നിൻ വ അജ്ന എന്ന് പറഞ്ഞാൽ പറിക്കപ്പെടുന്ന പഴവർഗ്ഗത്തിനാണ് ഏതൊന്നിൽ നിന്നും പറിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മുന്തിരിയാകട്ടെ ഈത്തപ്പഴമാകട്ടെ, ആ പറിച്ചെടുക്കുന്ന പഴത്തിനാണ് എന്ത് പറയുന്നത്? ജന എന്ന് പറയുന്നത്. അതിൻ്റെ ഏകവചനം ജനാത്ത്. വജനൽ ജന്നത്തൈനി, ആ രണ്ട് സ്വർഗത്തിലെയും പറിച്ചെടുക്കുന്ന പഴവർഗ്ഗങ്ങൾ ദാനിൻ, താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. ദനായദുനു ദുനുവൻ, ദന എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുക, ദാൻ എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുന്നത്. ദന എന്ന് പറഞ്ഞാൽ താഴുക, യദുനു ദുനുവൻ ഫഹുവദാനിൻ, താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരാൾക്ക് നിന്ന് പറിക്കാം, ഇരിക്കുന്ന ഒരാൾക്ക് അയാൾ ഇരിക്കുന്നിടത്തിലേക്ക് ഇത് വരും. എഴുന്നേൽക്കണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട, ഇരിക്കുന്നിടത്തിലേക്ക് വരും. ഇനി ഒരാൾ കിടക്കുകയാണെങ്കിൽ ഇരുന്ന് ബുദ്ധിമുട്ടണ്ട, കിടക്കുന്നിടത്തിലേക്ക് വരും. അപ്പം നിൽക്കുന്നവന് നിന്നും ഇരിക്കുന്നവന് ഇരുന്നും കിടക്കുന്നവന് കിടന്നും പറക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുത്തക്കിഈന അലാ ഫുറുഷ് എന്ന് പറഞ്ഞത്. അവിടെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് മുദ്തജിഉൻ, അവർ കിടക്കുകയാണ്. കാരണം ഫിറാഷ് എന്ന് പറഞ്ഞാൽ ബെഡാണ്, മെത്തയാണ്, മെത്തയിൽ കിടക്കുകയായിരിക്കും. അവിടേക്ക് വജനൽ ജന്നത്തൈനിദാൻ, ഈ രണ്ട് സ്വർഗത്തിലെയും അല്ലെങ്കിൽ ഈ രണ്ട് പൂന്തോപ്പിലെയും പഴവർഗ്ഗങ്ങൾ അവർ കിടക്കുന്നിടത്തേക്ക് താഴ്ന്നു വരുന്നതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഫീഹിന്ന, അതിൽ ഉണ്ട്. ഫീഹിന്ന, ഈ രണ്ട് തോട്ടങ്ങളിലുണ്ട്. ഇവിടെ ഫീഹിമ എന്ന് തന്നെയാണ് ഉദ്ദേശം. ഫീഹിന്ന, ആ രണ്ട് സ്വർഗത്തോപ്പുകളിലുണ്ട്. ഖാസിറാത്തു ത്വറഫി, ത്വറഫ് എന്ന് പറഞ്ഞാൽ നോട്ടം, ത്വറഫ് നോട്ടം, ദൃഷ്ടി. ഖാസിർ, ഖാസിർ, ഖാസിറത്ത്, ഖാസിറാത്ത്. ഖാസിർ എന്ന് പറഞ്ഞാൽ ഖസറ യഖ്സുറു ഖുസൂറ, താഴ്ത്തുക, കുറയ്ക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഖസറ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, നമ്മൾ ഖസറാക്ക എന്ന് പറയും, നമസ്കാരം ഖസറാക്കുക, കുറയ്ക്കുക. ഖാസിർ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്ന ആൾ, അല്ലെങ്കിൽ നാഖിസ് അഥവാ താഴ്ത്തുക എന്നാണ് ഉദ്ദേശം. താഴ്ത്തുന്ന ആൾക്ക് ഖാസിർ എന്ന് പറയും. അതിൻ്റെ സ്ത്രീലിംഗം ഖാസിറ, അതിൻ്റെ ബഹുവചനം ഖാസിറാത്ത്. ഫീഹിന്ന ഖാസിറാത്തു ത്വറഫി, അവിടെ ദൃഷ്ടികൾ താഴ്ത്തുന്ന സ്ത്രീകളുണ്ടായിരിക്കും. ലം യത്മിസ്ഹുന്ന, അവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ത്വമസ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക. യത്മിസു തംസൻ വ തുമൂസ, ത്വമസ യത്മിസു ത്വംസൻ വ തുമൂസ വ തുമൂസ, സ്പർശിക്കുക. ലം യത്മിസ്ഹുന്ന, ലം യത്മിസ്ഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. സാഉം സീനും ഇത് രണ്ടും ഉപയോഗിക്കാം. ത്വമസ, സീന് കൊണ്ടും ഈ വേർഡ് പറയും, സാ കൊണ്ടും. ലം യത്മിസ്ഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. ഇൻസുൻ, മനുഷ്യൻ, ഖബ്ലഹും, അവർക്ക് മുമ്പ്, വല ജാന്നുൻ, ജിന്നുകളും. ജിന്നും സ്പർശിച്ചിട്ടില്ല അവരെ, മനുഷ്യനും സ്പർശിച്ചിട്ടില്ല.
ഇവിടെ ലം യത്മിസുഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഇന്നമാ അനാ ഫി ഹാദൽ മൗദിഇ അന്നഹു ലം യുജാമിഉഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, മനുഷ്യരോ ജിന്നുകളോ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതാണ് ഇവിടെ ഉദ്ദേശം. അതോടൊപ്പം തൊമസ എന്ന വേർഡിന് മസ്സ എന്ന അർത്ഥമാണുള്ളത്. അപ്പോൾ സ്പർശിച്ചിട്ട് പോലുമില്ല, പിന്നെയല്ലേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ സ്വർഗലോകത്തുള്ള ആ സ്ത്രീകളെ അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്, ഭൂമിയിലുള്ളവരല്ല എന്നർത്ഥം. ഭൂമിയിലുള്ളവരാണെങ്കിൽ ഒന്നുകിൽ ജിന്നുകൾ അവരുടെ ഇണകളെ, ജിന്നുകളിൽപ്പെട്ട ഇണകളെ, മനുഷ്യർ മനുഷ്യരിൽപ്പെട്ട ഇണകളെ. എന്നാൽ സ്വർഗലോകത്തുണ്ടാകുന്ന ജിന്നുകൾക്ക് അവിടെ ഉണ്ടാകുന്ന ഇണകളെ ജിന്നുകൾ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല. അതേപോലെ തന്നെ മനുഷ്യർ സ്പർശിക്കുന്ന അവരുടെ ഇണകളെ മനുഷ്യരും സ്പർശിച്ചിട്ടില്ല. അപ്പോൾ അത് സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ അദ്ധ്യായത്തിൻ്റെ പിൻബലത്തിലും ഈ അദ്ധ്യായത്തിലുള്ള ആയത്തുകളുടെ പിൻബലത്തിലുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറയുന്നത് സ്വർഗലോകത്ത് ജിന്നുകളും പ്രവേശിക്കും. ഇല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബ എന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല. കാരണം ഒരു വിഭാഗം ആളുകൾ വാദിച്ചു ജിന്നുകൾ സ്വർഗലോകത്തുണ്ടാവില്ല, സ്വർഗത്തിൽ ജിന്നുകൾ ഉണ്ടാവില്ല എന്ന് വാദിച്ചു. ആ വാദം തെറ്റാണ്. സ്വർഗത്തിൽ ജിന്നുകൾ ഉണ്ടാകും, അതിന് ഈ ആയത്തുകളൊക്കെ തെളിവാണ്. അതോടൊപ്പം അവർക്ക് പ്രത്യേകമായ ഇണകളുമുണ്ടാകും. ഹൂറുൽ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കുമുണ്ടാകും. അതോടൊപ്പം തന്നെ അവരെ ജിന്നുകളും സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്മില്ല എന്ന് ചൊല്ലാതെ ആരെങ്കിലും തൻ്റെ ഇണകളുമായി ഇണചേർന്നാൽ ആ ഇണചേരുന്നതിൽ പിശാജിൻ്റെതായ ചില ആസ്വാദനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഇണയെ സമീപിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ബിസ്മില്ല അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണേ റബ്ബേ എന്ന് ബെഡ്റൂമിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയുമാകാം. എല്ലാ നിലക്കുമുള്ള തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ആ തഫ്സീറുകളൊന്നും തന്നെ എന്തല്ല, ഒന്ന് മറ്റൊന്നിനെ എതിർക്കുന്നതല്ല. അതേപോലെ തന്നെ ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി, അവിടെ ദൃഷ്ടികൾ താഴ്ത്തുന്ന സ്ത്രീകളുണ്ട് എന്നാണ്. എന്താണ് ഈ ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ? രണ്ട് അർത്ഥം അതിലുണ്ട്. മാത്രമല്ല പല ആളുകളും സംശയത്തോടു കൂടി ചോദിക്കുന്ന, ഈവൻ മുസ്ലിമീങ്ങൾ പോലും സംശയത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഈ ആയത്തിലുണ്ട്. അവിടെ ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ല പറഞ്ഞു, വഹുന്ന നിസ, അത് സ്ത്രീകളാണ്, അല്ലാത്തി ഖദ് ഖുസിറ ത്വർഫുഹുന്ന അലാ അസ്വാജിഹിൻ, അവരുടെ നോട്ടം അവരുടെ ഭർത്താക്കന്മാരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഫലാ യൻളുർന ഇലാ ഗൈരിഹിം മിനർ റിജാൽ, മറ്റൊരു പുരുഷനെയും അവർ നോക്കുകയില്ല. വേറെ ഒരു പുരുഷനിലേക്ക് നോക്കുക പോലുമില്ല, പിന്നല്ലേ ആഗ്രഹിക്കുന്ന വിഷയം. ചില ആളുകൾ ചോദിക്കും, ഹൂറുല്ലിങ്ങൾ അത് ആണുങ്ങൾക്ക് മാത്രമാണല്ലോ, സ്ത്രീകൾക്കുള്ള ഇണകളെക്കുറിച്ച് എന്താ പറയാത്തത്? അത് അനീതിയല്ലേ? ഒരു സ്ത്രീ സ്വർഗത്തിൽ തൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ നോക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല, പിന്നല്ലേ അങ്ങനെ ഒരാളെ കിട്ടാൻ. മാത്രമല്ല അവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്താണത്? ഈ ഭർത്താവിനെ തന്നെ നോക്കി നിൽക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. മഹാനായ ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ലാ യൻളുർന ഇല്ലാ ഇലാ അസ്വാജിഹിന്ന, ആ ഇണകളിലേക്കല്ലാതെ അവർ നോക്കൂല. മാത്രമല്ല തഖൂലു, ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുന്നതാണ്. എന്താ പറയുക? വഇസ്സത്തി റബ്ബി വജലാലിഹി വജമാലിഹി, അത്യുന്നതനായ റബ്ബിൻ്റെ ഇസ്സത്ത് കൊണ്ട്, അവൻ്റെ പ്രതാപം കൊണ്ട്, അവൻ്റെ മഹത്വം കൊണ്ട്, അവൻ്റെ ഭംഗി കൊണ്ട്, ജമാൽ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഒന്നിനെ ഭംഗിയാക്കാൻ വിചാരിച്ചാൽ എത്ര ഭംഗി ഉണ്ടാവും അതിന്. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിലുള്ള ഓരോന്നിൻ്റെയും ഭംഗി എത്രയാണ്. ഒരു പൂവിലേക്ക് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു ഭംഗി. ചില ചെടികൾ, ചില പക്ഷികൾ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇൻ അറാഫിൽ ജന്നത്തി ഷൈഅൻ അഹ്സന മിൻക,
ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒന്നിനെ സ്വർഗത്തിൽ എനിക്ക് വേറൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു പെണ്ണിന് സ്വർഗത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത്രക്ക് സൗന്ദര്യമുള്ള വേറൊരു കാഴ്ച സ്വർഗത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന്. ഫൽഹംദുലില്ലാഹില്ലദീ ജഅലക സൗജി, താങ്കളെ എൻ്റെ ഭർത്താവാക്കിയ, എൻ്റെ ഇണയാക്കിയ റബ്ബിന് സർവസ്തുതിയും. വജഅലനി സൗജക്, നിങ്ങളുടെ ഭാര്യ എന്നെ ആക്കിയ റബ്ബിന് സർവസ്തുതിയും. അത്രക്ക് ഭംഗിയും പവറുമായിരിക്കുന്നതാണ്, കരുത്തായിരിക്കും. വേറൊരാളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സ്വർഗത്തിൽ, അതുകൊണ്ട് തന്നെ ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ട്, സ്വർഗത്തിൽ ആണിനാണോ സൗന്ദര്യം കൂടുതൽ, ഹുർലിങ്ങൾക്കാണോ? അവിടെ പുരുഷനാണ് സൗന്ദര്യം കൂടുതലുണ്ടാവുക. പുരുഷനാണ് സൗന്ദര്യം കൂടുതലുണ്ടാവുക. അത് ഭൂമിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം കൂടുതൽ? പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ. സ്ത്രീകൾക്ക് അലങ്കാരങ്ങൾ അണിഞ്ഞാലേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വള, മാല, കാതിൽ, ഇതൊക്കെ പുരുഷന് വേണ്ടല്ലോ. പുരുഷൻ അതിട്ട ഒരു തരം അഭംഗിയാണ്. പക്ഷേ സ്ത്രീകൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സ്ത്രീകളെക്കുറിച്ച് പറയുന്നിടത്ത് അവർ ആഭരണങ്ങളിൽ ഊട്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. കാരണം അള്ളാഹുവിന് പെൺമക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ സൗന്ദര്യമുണ്ട്. അതിൽ സ്ത്രീകളെക്കാൾ സൗന്ദര്യം പുരുഷന് തന്നെയായിരിക്കും. എന്തായിരുന്നാലും ശരി, സ്വർഗലോകത്ത് ഒരു സ്ത്രീ കാണുന്ന സൗന്ദര്യത്തിൽ, സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അവൾക്ക് അവളുടെ ഭർത്താവായിരിക്കും. പിന്നല്ലേ മറ്റൊരാളിലേക്ക് നോക്കുന്നത്. അതാണ് ഖാസിറാത്തു ത്വർഫ് എന്നാണ്. ത്വർഫിനെ താഴ്ത്തും. എത്ര കാലം? അനന്തകോടിക്കാലം. നോക്കേണ്ട ആവശ്യം വരില്ല. ഓരോ ജുമാ ദിവസവും, വെള്ളിയാഴ്ച ഹദീസിൽ വന്നതാണ്, ഓരോ ജുമാ ദിവസവും സ്വർഗത്തിലൊരു സൂക്കുണ്ട്. ആ സൂക്കിലേക്ക് പുരുഷന്മാർ പോവും. തിരിച്ചു വരുമ്പം പോയ ആളല്ല വരുന്നത് എന്നാണ്. അത്രക്ക് ഭംഗി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയും, എന്താണ്, എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് കൂടിയത്. വെള്ളിയാഴ്ച പോയി വരുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ വരുന്ന ഭർത്താവും പറയും, ഞാൻ പോകുമ്പോഴുള്ള സൗന്ദര്യമല്ലല്ലോ നിനക്കും. സുബ്ഹാനല്ലാഹ്. ആ ഇണകളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രക്ക് ഭംഗിയുള്ള, ഭർത്താവിലേക്കല്ലാതെ നോക്കാത്ത, മനുഷ്യരോ ജിന്നുകളോ സ്പർശിക്കാത്ത ഇണകൾ സ്വർഗലോകത്തുണ്ട്. ആ സ്വർഗലോകത്തിലെ ഇണകൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് പോവേണ്ടതില്ല. ഇവിടെയുള്ളതൊന്നും ഒന്നുമല്ല. അള്ളാഹു ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് തരുന്നത് ഇവിടെയുള്ളതിൽ വഞ്ചിതരാവാതിരിക്കൂ. പരലോകത്ത് അതിനേക്കാൾ ഉന്നതമായത് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ് ആ ഇഷ്ടങ്ങളൊക്കെ, ഇണകളോടുള്ള ഇഷ്ടം. അള്ളാഹു അതിനെ നിരാകരിച്ചിട്ടില്ല. ക്ഷമിക്കൂ, മുന്തിയത് തരാമെന്നേ പറയുന്നുള്ളൂ. ക്ഷമിക്കൂ, അങ്ങേയറ്റം മുന്തിയത് തരാം. പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റാണ്, ഒരു പരീക്ഷണമാണ്. അവിടെ നിങ്ങൾ ക്ഷമിക്കൂ, ഇതിനേക്കാൾ ഹൈറായത്, മുന്തിയത് തരാമെന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. പിന്നീട് അവരെ സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ ഒരു സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.